നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ റബ്ബർ വില ഉയരുന്നു. മഴ കനത്തതോടെ സംസ്ഥാനത്ത് റബ്ബർ വില ഉയരുന്നു. തോട്ടങ്ങളിൽ ടാപ്പിംഗ് കുറഞ്ഞതോടെ മാർക്കറ്റിലേക്കുള്ള റബ്ബർ വരവ് കുറഞ്ഞതാണ് വില കൂടാൻ കാരണം. റബ്ബർ ബോർഡ് വിലയനുസരിച്ച് RSS 4 ഗ്രേഡിന് 209 രൂപ വരെയായി, ലാറ്റ് 60% 146 രൂപ 90 പൈസയും. സംസ്ഥാനത്ത് റബ്ബർ വില കൂടുമ്പോഴും അന്താരാഷ്ട്ര വില താഴ്ന്നു നിൽക്കുകയാണ്. എന്നാൽ ഇന്ന് അല്പം വർദ്ധിച്ചിട്ടുണ്ട്. ആഗോള തലത്തിൽ ഡിമാൻഡിലുള്ള അനിശ്ചിതത്വമാണ് കാരണം. തായ്ലൻഡ് റബ്ബറിൻ്റെ വില 197 രൂപയാണ്. 190 താഴെ പോയ ശേഷം പതിയെ ഉയരുന്നുവെന്നത് റബ്ബർ മേഖലയ്ക്ക് ആശ്വാസകരമാണ്. തായ്ലൻഡിൽ കാലാവസ്ഥ വ്യതിയാനം മൂലം ടാപ്പിങ്ങിൽ തടസ്സം നേരിടുന്നുണ്ട്. ആഗോള തലത്തിൽ ഉൽപ്പാദനം കുറഞ്ഞിട്ടും അന്താരാഷ്ട്ര വില കൂടാത്തതിന് പല കാരണങ്ങളുണ്ട്. ചൈനയിൽ നിന്നുള്ള ഡിമാൻഡ് കുറഞ്ഞു നിൽക്കുന്നതാണ് കാരണം. ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുവയുദ്ധവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വമാണ് ചൈനീസ് കമ്പനികളെ റബ്ബർ വാങ്ങലിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. അതേസമയം ചൈനീസ് സമ്പദ് വ്യവസ്ഥ തിരികെ വരുന്നുവെന്നത് റബ്ബർ മേഖലയ്ക്ക് ആവേശം പകരുന്ന വാർത്തയാണ്. വരും മാസങ്ങളിൽ വ്യാവസായിക ഉൽപ്പാദനം കൂടുമെന്നത് റബ്ബറിൻ്റെ വിലയിലും പ്രതിഫലിച്ചേക്കും. തീരുവ കാര്യത്തിൽ തീരുമാനമായാൽ റബ്ബർ വിലയിൽ വലിയ ഉണർവ് പ്രകടമാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ മേഖലയ്ക്കുള്ളത്. ഇന്ത്യക്ക് വേണം കൂടുതൽ റബ്ബർ. വിദേശ വിപണിയിലേക്ക് ഇന്ത്യൻ ടയർ കമ്പനികളുടെ കയറ്റുമതി ഓരോ വർഷം കഴിയുന്തോറും കൂടി വരികയാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച് കയറ്റുമതി നടത്തുന്നതിലാണ് കമ്പനികളുടെ ശ്രദ്ധ. വരും വർഷങ്ങളിൽ ടയർ കമ്പനികൾക്ക് കൂടുതൽ റബ്ബർ വേണം. ആസിയാൻ രാജ്യങ്ങളിൽ നിന്നും മറ്റു ഉൽപ്പാദക രാഷ്ട്രങ്ങളിൽ നിന്നും ഇറക്കുമതി നടത്തിയാലും ആഭ്യന്തര റബ്ബറിൻ്റെ പ്രസക്തി നഷ്ടപ്പെടാതിരിക്കാൻ ഇത് കാരണമാകും. രാജ്യത്തെ വ്യവസായങ്ങൾക്ക് 14.1 ലക്ഷം ടൺ റബ്ബർ ആവശ്യമാണ്. എന്നാൽ 8 ലക്ഷം ടൺ മാത്രമാണ് ആഭ്യന്തര ഉൽപ്പാദനം. 2030 രാജ്യത്തെ റബ്ബർ ഡിമാൻഡ് 20 ലക്ഷം ടണ്ണായി ഉയരും. ആ സമയത്ത് രാജ്യത്തെ ഉൽപ്പാദനം 10 ലക്ഷം ടൺ മാത്രമായിരിക്കുമെന്നാണ് ടയർ കമ്പനികളുടെ കൂട്ടായ്മയായ ആൽമയുടെ കണക്കുകൂട്ടൽ. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ റബ്ബർ കൃഷി വ്യാപിപ്പിക്കാൻ സംഘടനയുടെ നേതൃത്വത്തിൽ 1000 കോടി രൂപയുടെ പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും സ്വാഭാവിക റബ്ബറിൻ്റെ ആവശ്യകത ഉയർന്നു തന്നെ ഇരിക്കുമെന്നത് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.